ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ സാധാ ഒരു ചുരിദാറാണ് ക്യാൻവാസ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ പാൻറ്റ് ഞാൻ കട്ട് പാൻറ്റില്ലേ, കട്ട് പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ കട്ട് പാൻറ്റ് 3 തരത്തിൽ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാൻ കേട്ടോ. സീക്രറ്റ് പാൻറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ളത് 3 തരത്തിൽ ഞാൻ കട്ട് ചെയ്തതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. കട്ട് പാൻറ്റിൻ്റെ അടിയിൽ ഞാൻ കട്ട് പാൻറ്റ് ഇങ്ങനെ ഒരു കർവായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. ഒന്നും കൂടി വളച്ചിട്ടുള്ളതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഈ തുണി കനമില്ലാത്തതായതുകൊണ്ട് ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ്, അടിയിൽ ഒരു പട്ട പോലെ ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ 3 അളവ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് വേസ്റ്റിൻ്റെ അളവ്, ഒന്ന് ഹിപ്പിൻ്റെ അളവ്, ഒന്ന് ലെങ്ത്ത്. ഈ 3 അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളൊന്ന് പേപ്പറിൽ ഒന്ന് വരച്ച് അതിൻ്റെ പ്ലാനൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നീട് കട്ട് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യം ലെങ്ത്ത് എത്ര വെച്ചാൽ എടുക്കുക. അത് വരയ്ക്കുമ്പോൾ ലെങ്ത്തിൻ്റെ അളവ് ആദ്യം എടുക്കുക. ആ ലെങ്ത്തിൻ്റെ അളവിൻ്റെ ഒപ്പം തന്നെ അരയ്ക്ക് എലാസ്റ്റിക് ഇടാനുള്ള മുകളിലേക്കുള്ള 2.5 ഇഞ്ച് മുകളിൽ മടക്കി അടിക്കാനുള്ള ഭാഗം എടുക്കണം. അതുപോലെ തന്നെ ലെങ്ത്ത് എടുക്കുമ്പോൾ താഴെ കാലിൻ്റെ ആ ഭാഗത്തേക്കും മടക്കി അടിക്കാനുള്ള ഒരു പീസ് 4 ഇഞ്ച് പീസ് മതി. അപ്പോൾ എന്നാലാണ് വീതിയിലാണ് മടക്കി കൊടുക്കുക. അപ്പോൾ അതിനുള്ള പീസും കൂടി കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. അത്രയും നമ്മൾ പ്രത്യേക ലെങ്ത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്നിട്ട് അതിന് ശേഷം താഴേക്കും ഒരു 14 ഇഞ്ച് നമ്മൾക്ക് സീറ്റിൻ്റെ വശല്ലേ ആ ഭാഗം പോർഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് 14 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. ആ 14 ഇഞ്ച് ഇറക്കെടുത്തതിന് ശേഷം അവിടെ ഒരു ചതുരത്തിലൊരു പീസായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. അതിന് ശേഷം ആ ചതുരത്തിൽ പീസ് വരച്ചതിൻ്റെ താഴേക്കായിട്ട് അതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് ആ സെൻറ്ററിൽ നിന്ന് താഴേക്ക് അളവെടുക്കുക കേട്ടോ. അളവെടുത്തിട്ട് നമ്മൾ അളവെടുക്കുമ്പോൾ നമ്മൾ കാലിന് ടൈറ്റില്ലേ, ഇത് സിഗരറ്റ് പാൻറ്റൊക്കെ എടുക്കുക വെച്ചാൽ നമ്മൾ കാലിൻ്റെ മുട്ടിൻ്റെ അളവ് വണ്ണം എടുക്കണം. അതുപോലെ തുടയുടെ വണ്ണം എടുക്കണം, കാലിൻ്റെ മസിലിൻ്റെ വണ്ണം എടുക്കണം. പിന്നെ അതുപോലെ തന്നെ കാലിൻ്റെ പാദത്തിൻ്റെ ഇറക്കം എത്രയാണ് അവിടുത്തെ വണ്ണം എടുക്കണം കേട്ടോ. അത്രയും അളവുകൾ നമ്മൾ ടൈറ്റ് പാൻറ്റാണ് വെച്ചാൽ എടുക്കുക വെച്ചാൽ അതൊക്കെ അളവെടുക്കണം. എന്നാലാണ് നമുക്ക് ടൈറ്റ് പാൻറ്റ്. കട്ട് പാൻറ്റ് ആകുമ്പോൾ പിന്നെ അത് വേണ്ട, കുറച്ച് ലൂസിൽ വന്നിട്ട് കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് അങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ആ തുണി എടുക്കണമെന്ന് വെച്ചാൽ എങ്ങനെ വെച്ചാൽ ആ തുണീനെ ആദ്യം നമ്മൾ 2 മടക്കുക. 2 മടക്കിയിട്ട് പിന്നെ അതിനെ 4 മടക്കുക. അപ്പോൾ ഞാൻ 4 അതിനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ആ 4 മടക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മളതിൻ്റെ ലെങ്ത്ത് ഒക്കെ അടയാളപ്പെടുത്തുക ചെയ്യാൻ വേണ്ടി. ഇതാണ് നമ്മൾ ഇപ്പോൾ ചെറിയ തുണിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം നമ്മളതിൽ ടാപ്പിലൊക്കെ അളവ് വലുതല്ലേ, അപ്പോൾ ആ അളവ് ചെറുതായി എടുക്കാൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. ഒരു സ്കെയിലാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഇഞ്ചുകളും സെൻറ്റിമീറ്ററുണ്ട്. ഒരു ഭാഗത്ത് ഇഞ്ചുകളും ഒരു ഭാഗത്ത് സെൻറ്റിമീറ്ററുമാണ് ഇതിൽ വരുന്നത്. അത് സെൻറ്റിമീറ്ററിൻ്റെ 3 വശത്തും ഓരോ അളവിലായിട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ചെറിയ പിക്ചറൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, പഠിക്കുമ്പോൾ ചെറിയ പിക്ചറിൽ നമ്മൾ അതുപോലെ തുണിയിലൊക്കെ ഇങ്ങനെ തുന്നിയിട്ട് നമ്മൾ വെക്കും. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിൽ തന്നെ 3 തരത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ടാപ്പിലൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് ഇഞ്ചി എടുക്കുമ്പോൾ വലിയ അളവ് വരില്ലേ, അപ്പോൾ ആ അളവ് വരാതിരിക്കാനാണ് അതേ അളവ് തന്നെ നമുക്ക് ചെറിയ പിക്ചർ വരയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ സ്കെയിൽ കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് ഇതെന്താണെന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ടാപ്പിൽ 10 ഇഞ്ച് എടുക്കുക വെച്ചാൽ എത്ര വരെ ഒരടിയുടെ അടുത്ത് വരും. അപ്പോൾ ഇതാവുമ്പോൾ അത്ര വരില്ല. അതിനാണ് ഈ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ചെറിയ പിക്ചറുകൾ വരയ്ക്കാൻ ഈ സ്കെയിലാണ് ഉപയോഗിക്കുക കേട്ടോ. ഇതാണ് സ്കെയിൽ. അപ്പോൾ നമ്മൾ ലെങ്ത്ത് എത്രയാണ് നമ്മൾ അടയാളപ്പെടുത്തിയെന്ന് വെച്ചപ്പോൾ ഏതൊരളവിലാണ് വെച്ചപ്പോൾ ലെങ്ത്ത് ഒരു 37 സൈസാണ് വെച്ചാൽ ആ 37 സൈസിൽ കൂടെ അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗം 2.5 ഇഞ്ച് കൂടുതൽ എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നമ്മൾ മൊത്തത്തിൽ അവിടെ മുകളിലൊന്ന് വരയ്ക്കുക. നമുക്കത് തയ്യൽ തുമ്പൊക്കെ ചെരിഞ്ഞിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ, അല്ല മുകളിലേക്കുള്ള വശം കട്ട് ചെയ്ത് ചെരിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നൂർത്തി ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം താഴേക്ക് 2.5 ഇഞ്ച് മതി കേട്ടോ. 2.5 ഇഞ്ച് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഒരു മടക്ക് മടക്കിയിട്ട് എലാസ്റ്റിക് നമ്മൾ 3/4 ഇഞ്ച് 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഇതിന് സാധാരണ ഉപയോഗിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു 2.5 ഇഞ്ച് അവിടെ കൂടുതൽ കൊടുക്കാൻ പറഞ്ഞത്. ആ 2.5 ഇഞ്ചിൽ നിന്ന് താഴേക്ക്
എത്രയാണോ ലെങ്ത്ത് ഉള്ളത് വെച്ചാൽ ആ ലെങ്ത്ത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 37 ഇഞ്ച് ലെങ്ത്താണെന്ന് വിചാരിച്ചോളൂ. ആ 37 ഇഞ്ച് ആ എലാസ്റ്റിക്കിൻ്റെ അവിടുന്ന്, എലാസ്റ്റിക്കിന് നമ്മൾ മുകളിലേക്ക് 2.5 ഇഞ്ച് എടുത്തില്ലേ, അവിടെ നിന്ന് നിങ്ങൾ താഴേക്ക് നിങ്ങളിത് വരയൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇത് ഞാൻ ജസ്റ്റ് ലെങ്ത്ത് എടുത്തു എന്നുള്ളത് അറിയാനാണ് ഈ ഒരു വര ഇട്ടിരിക്കുന്നത്. ശരിക്കും ഇത് ഈ വര വേണ്ട ആവശ്യമില്ല. നിങ്ങൾ വര ഇല്ലാതെ തന്നെ ലെങ്ത്തിൻ്റെ ആ അടിയില്ലേ, ആ അടിയിലുള്ള വര മാത്രം വരച്ചാൽ മതി. അതിലിപ്പോൾ ഞാൻ സെൻറ്ററിലൊരു വര വരച്ചിട്ടില്ല, അത് വരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ ലെങ്ത്താണ് അവിടെ കാണിച്ചതെന്നുള്ളത് അറിയാനാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് ലെങ്ത്ത് എടുത്തതിന് ശേഷം നമ്മൾ എത്രയാണോ ഹിപ്പിൻ്റെ, നമ്മൾ സീറ്റിൻ്റെ ആ ഭാഗം അളക്കില്ല, നമ്മൾ ഓപ്പൺ ചുരിദാറൊക്കെ അടിക്കുമ്പോൾ നമ്മൾ സീറ്റിൻ്റെ ഹിപ്പ് വശം അളവെടുക്കില്ലേ, ആ അളവിൻ്റെ 4 ഭാഗം എടുക്കുക. ആ 4 ഭാഗം എടുത്തിട്ട് അതിൽ കൂടെ 3 ഇഞ്ച് ലൂസ് 4 ഇഞ്ച് ലൂസൊക്കെ കൊടുക്കുക. എന്താ പറയുക, 3 ഇഞ്ച് 4 ഇഞ്ച് 4ആയി മടക്കിയിട്ടല്ലേ വയ്ക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് ലൂസ് കൊടുക്കുമ്പോൾ നമുക്ക് അത് 4 എണ്ണത്തിലും വരും. അപ്പോൾ 4 4 8 8 16 ഇഞ്ച് ലൂസ് വരും. അപ്പോൾ ഒരുപാട് നല്ല സീറ്റ്, ബാക്ക് സീറ്റൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെന്ന് ചിലപ്പോൾ ലൂസിലൊക്കെ, നമ്മൾ ഈ പാർട്ടിയിലെ പാൻറ്റൊക്കെ സ്ഥിരം ഇടുന്ന ആൾക്കാരൊക്കെ ആണെന്ന് ഇത്തിരി ലൂസ് വേണം പറയും. അപ്പോൾ അവർക്കൊക്കെ കണക്കാക്കിയിട്ടാണ് ലൂസിൽ ഉള്ള അളവ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ ആ എലാസ്റ്റിക്കിൻ്റെ അവിടുന്ന് താഴേക്കുള്ള അളവ് എന്ന് പറയുന്നതാണ് 14 ഇഞ്ച്. 14 ഇഞ്ചൊക്കെ ഇത് നോർമൽ ആൾക്കും ആയാലും 14 ഇഞ്ച്. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 14 ഇഞ്ച് വേണ്ട കേട്ടോ. 13.5 അങ്ങനെയുള്ളതൊക്കെ മതി. എന്നാലൊരു മീഡിയം ഇതിനൊക്കെ ഒരു 14 ഇഞ്ച് നമുക്ക്, എന്നാലാണ് ചിലപ്പോൾ വയറിൻ്റെയൊക്കെ മുകളിലേക്ക് കെട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ കയറി കിടക്കാനൊക്കെ ഒരു 14 ഇഞ്ച് വെച്ച് കറക്റ്റായി. അപ്പോൾ ആ 14 ഇഞ്ച് വരച്ചതിന് ശേഷം അതിനെ സ്ക്വയറായിട്ട് കണ്ടോ, ചതുരത്തിൽ നമ്മളതിനൊന്ന് വരച്ചെടുക്കുക. ആ വരച്ചെടുത്ത പോയിൻ്റിൽ, ആ പോയിൻ്റിൽ നിന്ന് പിന്നീട് ഒരു 2.5 ഇഞ്ചും കൂടി ഒരു നീളം അങ്ങനെ വരച്ചു കൊടുക്കുക. അതെന്തിനാ വെച്ചിട്ടാ, നമുക്ക് ബാക്ക് സീറ്റിൻ്റെ അവിടെ കണ്ടല്ലോ ഒന്ന് ഇങ്ങനെ ഒരു കർവ് പോലെ ഒരു വളഞ്ഞിട്ടുണ്ടാവും. നമ്മൾ പാൻറ്റുകളൊക്കെ, റെഡിമെയ്ഡ് പാൻറ്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരു വളവുണ്ടാവും. അപ്പോൾ അതിൻ്റെ അവിടെ ഒന്ന് കൊടുക്കാനാണ് ആ ഒരു വളവ് കൊടുത്ത് 2.5 ഇഞ്ച് അധികം കൊടുക്കുക. എന്നിട്ട് നമ്മളതിനൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ബാക്കിലേക്ക്. ഇനിയിപ്പോൾ വരച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മൂലയിലില്ലേ, ആ എൽ പോലെ ഉള്ള മൂലയിൽ ഒരു 1.5 ഇഞ്ച് മേലേക്ക് കൊടുത്തിട്ട് ഒരു വളവ് കൊടുത്താലും മതി. എന്നതിന് ശേഷം നമ്മളവിടെ ആ 2ൻ്റെയും സെൻറ്ററിലായിട്ട് ഒരു പോയിൻ്റ് ഇടുക. അപ്പോൾ ആ വരട്ടില്ലേ നമ്മൾ അവിടെ, ആ വരട്ടേൻ്റെ അവിടെ കണ്ടോ ഒരു പോയിൻ്റ് ഇട്ടിരിക്കുന്നത്, ആ പോയിൻ്റാണ് അതിൻ്റെ സെൻറ്ററായിട്ട് വരിക കേട്ടോ. ആ സെൻറ്ററിൽ നിന്ന് താഴേക്ക് ഒരു വര വരയ്ക്കുക. അപ്പോൾ നമ്മൾ താഴെ ലെങ്ത്തിൻ്റെ അവിടേക്കില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് 4 ഇഞ്ച് അപ്പുറത്തേക്കും 4 ഇഞ്ച് ഇപ്പുറത്തേക്കും അങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തുക. ആ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മളവിടെ ആ മൂലയ്ക്കൊരു അടയാളപ്പെടുത്തിയിട്ടില്ലേ, ആ അടയാളപ്പെടുത്തിയതിൻ്റെ അവിടേക്ക് ഒരു കർവ് ഇങ്ങനെ വരച്ചു കൊടുക്കുക, ഇങ്ങനെ വളച്ച് വരച്ചു കൊടുക്കുക കേട്ടോ. കാലിൻ്റെ ചിലർ സ്ട്രൈറ്റ് ആയിട്ടും വരച്ചു കൊടുക്കണം, ലൂസൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടും വരച്ചു കൊടുക്കുക. പക്ഷെ എന്നാലും ഒന്നും കൂടി ഇങ്ങനെ വളച്ചു കൊടുക്കുന്നതാണ് ഒന്നും കൂടി നമുക്ക് കാല് മടക്കാനും ഒക്കെയാണ് നല്ലത്. ഇങ്ങനെയാണ് നമ്മൾ സിഗരറ്റ് പാൻറ്റിനൊക്കെ കട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ഈ അളവെടുക്കുമ്പോൾ ഈ കാലിൻ്റെ മുട്ടിൻ്റെയൊക്കെ അളവെടുത്ത ആൾക്കാരാണെങ്കിൽ ആ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ അളവൊക്കെ അവിടെ ഇങ്ങനെ കാൽപാദം, കാലിൻ്റെ മുട്ട്, കാലിൻ്റെ തുട, ആ ഭാഗങ്ങളിലൊക്കെ ആ അളവ് എടുത്തിട്ട് ആ അളവിൽ നിന്ന് 2 ഇഞ്ച് ലൂസ് കൊടുത്താൽ കേട്ടോ. അപ്പം നമ്മൾ കാലിൻ്റെ തുടയുടെയും മുട്ടിൻ്റെയൊക്കെ അളവ് എടുക്കുക വെച്ചാൽ അവിടെ നിന്ന് 2 ഇഞ്ച് ലൂസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റായിട്ട് കിടക്കും. ഫിറ്റായി കിടക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് ഫിറ്റായി കിടക്കും. ഇത് നമ്മൾ ലൂസിലാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളവിടെ അളവെടുക്കാത്തത്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ പട്ടിയും ബാക്ക് എലാസ്റ്റിക്കും വെക്കില്ലേ, അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നറിയോ, ഇപ്പം നമ്മൾ അളന്നതിന് ഒരു 2 ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങോട്ട് ടൈറ്റ് ചെയ്യുക ഫ്രണ്ട് വശം. ഇത് ബാക്കും ഫ്രണ്ടും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 വശവും ഞാൻ ഒപ്പം വെച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് 4ആയി മടക്കിയതൊക്കെ. അപ്പം നമ്മൾ ആ 2 ഇഞ്ച് ലൂസിൽ ഇപ്പോൾ നമ്മൾ അവിടെ കണ്ടില്ല ഒരു വര ഇങ്ങനെ, ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ആ ഒരു ബാക്ക് വശത്തേക്ക് അവിടേക്ക് വരച്ചു കൊടുത്തില്ലേ, അതൊന്ന് ഉള്ളിലേക്ക് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പട്ട വെച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ബാക്കിൽ മാത്രം ഇലാസ്റ്റിക് വയ്ക്കില്ലേ, അവർക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ
അവിടെ അങ്ങനെ ആ ഒരു രീതിയിലുള്ളത്. അപ്പോൾ നമ്മൾ സിഗരറ്റ് പാൻറ്റിൻ്റെ ആ ഒരു കട്ടിങ് കാണിച്ചു, അതെങ്ങനെ കട്ട് ചെയ്യണം എന്നൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിൽ പട്ട വെച്ചിട്ട്, അതായത് എലാസ്റ്റിക് ബാക്കിൽ മാത്രം വെച്ച് ചെയ്യുന്നത് പഠിപ്പിച്ചു. ഇത് കട്ട് പാൻറ്റിൻ്റെ കേട്ടോ. സിമ്പിളായിട്ട് പാട്ടയിലെ പാൻറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ പറയലുണ്ട് മുകളിലെ എലാസ്റ്റിക്കും സാധാ അത് മതി പറഞ്ഞാൽ നമ്മൾ സാധാ പാട്ടയിലെ പാൻറ്റ് കട്ട് ചെയ്യണ മാതിരി വെക്കണ മാതിരി തന്നെ വെക്കുക. എന്നിട്ട് അതിൻ്റെ ലെങ്ത്ത് എടുക്കുക, അര എലാസ്റ്റിക്കിൻ്റെ ആ ഭാഗം കട്ട് ചെയ്യുക, അടിയിൽ മടക്കി വയ്ക്കാനുള്ള ഭാഗം കട്ട് ചെയ്യുക. എന്നിട്ട് കാലിൻ്റെ പാദത്തിൻ്റെ അവിടെ നിന്ന് ഒരു 6 ഇഞ്ച് 7 ഇഞ്ചോ ലൂസ് എടുത്തിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ അപ്പുറത്ത് കണ്ടില്ല ഒരു പിക്ചർ വരച്ചത്, അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ 3 തരത്തിലുള്ളത് ചെയ്തു തന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, ഞാനും പറഞ്ഞു തരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇനിയിപ്പോൾ നമ്മൾ ആ കർവ് കോൾ പാൻറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, ആ സ്റ്റിച്ച് ചെയ്ത ഭാഗമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അടിയിൽ ഇങ്ങനെ കർവ് വരച്ചു, ക്യാൻവാസ് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ചുരിദാറിന് സ്റ്റിച്ച് ചെയ്തില്ലേ, അതാണ് ഈ പറഞ്ഞു തരുന്നത്. അതിൻ്റെ അടിവശം അവിടെ ക്യാൻവാസ് വയ്ക്കുക, വളച്ചു കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളതിൻ്റെ അടിയൊന്ന് മടക്കി അടിച്ചാൽ നമുക്ക് അതുപോലത്തെ പാൻറ്റായി. അപ്പം നിങ്ങളും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണാം.